ഷേഖ് ഹസീന അവസാനിപ്പിച്ച പാക് ISI ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് യൂനുസ്. ബംഗ്ലാദേശിന്റെ പുതിയ നീക്കം ഇടക്കാല സർക്കാരിന്റെ ISIയുമായുള്ള അടുപ്പം ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. സുരക്ഷാ അനുമതിയില്ലാതെ ഏതൊരു പാകിസ്ഥാൻ പൗരനും വിസ നൽകാനും ബംഗ്ലാദേശ് തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ മണ്ണിൽ ISI ജമാഅത്ത് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അയൽരാജ്യങ്ങൾ തമ്മിൽ വളർന്നുവരുന്ന ബന്ധത്തിൽ അതേസമയം ജാഗരൂകരാണ് ഇന്ത്യ. മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ പോറൽ വീണ സാഹചര്യത്തിൽ ബംഗ്ലാദേശുമായി പാകിസ്ഥാൻ അടുക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല. ബംഗ്ലാദേശി സൈനിക പ്രതിനിധിയുടെ സന്ദർശനത്തിന് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ 4 മുതിർന്ന ഉദ്യോഗസ്ഥരെ ബംഗ്ലാദേശിലേക്ക് അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. സാഹചര്യം വിലയിരുത്തുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കുപ്രസിദ്ധ ചാര സംഘടനയുടെ ഉന്നതതല സംഘമാണ് ധാക്കയിൽ എത്തിയത്. അയൽപ്പക്കത്തെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും ആവശ്യമെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നു. ISIയുടെ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സറും മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് ബംഗ്ലാദേശിൽ എത്തിയത്. 2 പതിറ്റാണ്ടിനിടെ ഇത് ആദ്യമായാണ് ISI സംഘം ഔദ്യോഗികമായി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത്. ബംഗ്ലാദേശ് സൈനിക പ്രതിനിധി സംഘം ദിവസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാനിൽ എത്തി സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയുള്ള ISIയുടെ സന്ദർശനത്തെ ഇന്ത്യ അതീവ ഗൗരവമായി കാണുന്നു. ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ ISIയെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിച്ചിരുന്നില്ല. കൂടാതെ ISIയുടെ ബന്ധത്തിന്റെ നിരവധി പേരെ പ്രോസിക്യൂട്ടും ചെയ്തിരുന്നു. എന്നാൽ ഷേഖ് ഹസീനെ പുറത്താക്കിയതിന് പിന്നാലെ എത്തിയ മുഹമ്മദ് യൂനുസിന്റെ കീഴിലുള്ള ഇടക്കാല സർക്കാർ ആദ്യം തൊട്ടേ പാകിസ്ഥാന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള കടുത്ത ശ്രമത്തിലായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് 2 രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. 1990കളിലാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദവും അതുപോലെ കലാപവും രൂക്ഷമായത്. ഇതിൽ പാക് ISIയുടെ പങ്ക് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചിരുന്നു. അന്ന് ബംഗ്ലാദേശിനെ മറപറ്റിയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ISI പണവും ആയുധങ്ങളും ലഹരിയും ഒഴുക്കിയത്. 1996 ഷേഖ് ഹസീന അധികാരത്തിലെത്തിയതോടെയാണ് ഇതിന് അവസാനം കുറിച്ചത്. ഇടക്കാല സർക്കാരിന്റെ ISIയുമായുള്ള അടുപ്പം ഇന്ത്യക്ക് എന്തുകൊണ്ടും വെല്ലുവിളിയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ജനറൽ SM കമറുൽ ഹസന്റെ നേതൃത്വത്തിൽ 6 മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ജനുവരി 13-നാണ് റാവൽപിണ്ടിയിലെത്തി പാക് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. പിന്നാലെ ജനുവരി 21-നാണ് പാക് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സറിന്റെ സംഘം ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തിയത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ISI സംഘം ബംഗ്ലാദേശിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നു. ബംഗ്ലാദേശുമായി സൗഹൃദം വേണം, അത് നിലനിർത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാക് ISIയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നതാണ്. ഏജൻസിയുടെ രഹസ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും രാജ്യത്ത് അസ്ഥിരതയ്ക്ക് കാരണമാകും എന്ന വിലയിരുത്തലായിരുന്നു ഇത്. എന്നാൽ ഹസീന രാജ്യം വിടുകയും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തതോടെ പാകിസ്ഥാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.